ആമേൻ. ദൈവവചന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ വചനത്തിലൂടെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമായ നല്ലൊരു വചനമാണ്. എല്ലാവർക്കും കാണാതെ അറിയാവുന്നൊരു വചനമാണ്. അവിടെ യേശു തന്നെ തന്റെ തിരുവായ് മൊഴി കൊണ്ട് പറയുന്നതാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ആമേൻ. ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ ഒരു വ്യക്തി പോലും, അനേക പ്രഭുക്കന്മാരും അനേക സയന്റിസ്റ്റുകളൊക്കെ പലരും ഈ ലോകത്ത് എഴുന്നേറ്റു. എന്നാൽ അവർക്ക് ആർക്കും പറയാൻ കഴിഞ്ഞില്ല, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പറയുവാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ യേശു നമ്മോട് പറയുകയാണ്, ഞാനാണ് ആമേൻ വഴി. ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്. ആമേൻ എന്ന് പറയുന്ന ഈ കർത്താവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി കിട്ടിയത് കൊണ്ട് നമുക്ക് എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? അവൻ വഴി അറിയാൻ പറ്റി, സത്യം നമുക്കറിയാൻ പറ്റി. ആമേൻ. നിത്യജീവനെ നമുക്ക് അറിയുവാൻ കഴിഞ്ഞത് ഈ യേശുവിലൂടെ മാത്രമാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ആമേൻ. അങ്ങനെയാകുന്നുണ്ടെങ്കിൽ ഈ കർത്താവിന്റെ വഴിയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, മകനെ മകളെ, നീ മുന്നോട്ട് നടക്കുമ്പോൾ ഇതേ വഴിയിൽ നടന്നുകൊള്ളുക എന്നുള്ള ആ ശബ്ദം പുറകിൽ നിന്ന് കേൾപ്പിക്കുന്ന നമ്മുടെ കർത്താവ്. ആമേൻ. നമ്മെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന യേശു പറയുകയാണ്, മകനെ മകളെ, ഞാനാണ് നിന്റെ വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് ദൈവം പറയുന്നുവെങ്കിൽ ഞാൻ ഈ വാക്യം എടുത്തത് കാരണം ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ ആ കഷ്ടാനുഭവങ്ങളിലേക്ക് കടന്നു ചെന്ന് പീലാത്തോസിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആ പീലാത്തോസ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഞാൻ ഇതിന് ആധാരമായിട്ട് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ചിന്തിച്ച ചില കാര്യങ്ങൾ. ആമേൻ. ജീവിതത്തോട് കടന്നുപോയ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ ആ ദൈവനിയോഗത്തിൽ നിങ്ങളോട് ആമേൻ സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 33 മുതൽ 1-2 വാക്യങ്ങൾ നമുക്ക് മുന്നോട്ട് വായിക്കാം. പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിന് ഉത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ഈ ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. സ്തോത്രം. അവസാനം വായിച്ചൊരു വാക്യം നമ്മൾ നോക്കണേ. ആമേൻ. ഞാൻ സത്യമാകുന്നു. സത്യതൽപരായവർക്ക് മാത്രമേ യേശുവിന്റെ വാക്ക് കേൾക്കുവാൻ കഴിയൂ. യേശുവിന്റെ കൂടെ അനേകർ അനുഗമിച്ചു. എന്നാൽ അവർക്കൊന്നും യേശുവിന്റെ വഴിയും യേശുവിന്റെ സത്യവും അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. ആമേനെ വളരെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത കാരണം സത്യതൽപരായവർ അവന്റെ വാക്ക് കേൾക്കും. ആമേൻ. നമ്മുടെ മെസ്സേജിന്റെ കണ്ടന്റ് ഏതാണ്? സത്യതൽപരായവർ അവന്റെ വാക്ക് കേൾക്കും. ആമേൻ. ജീവിതത്തിൽ സത്യമുണ്ടെങ്കിൽ മാത്രമേ
നമ്മുടെ നടത്തയിലും നമ്മുടെ ജീവിതം സത്യത്തിന് സാക്ഷി നിൽക്കുന്നവരാകുന്നെങ്കിൽ മാത്രമേ യേശുവിൻ്റെ വാക്ക് എൻ്റെ ജീവിതത്തിൽ ഒരനുസരണമായി മാറുകയുള്ളൂ. യേശു പറഞ്ഞല്ലോ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് സകലവും നിങ്ങൾക്ക് ആധാരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ ലോകത്തിന്റെ ന്യായാധിപതിയായ പീലാത്തോസിന്റെ അടുക്കലേക്ക് യേശു കടന്നു ചെല്ലുമ്പോൾ, യേശുവിനെ കുറിച്ച് വാദിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ, ചില പീലാത്തോസ് ചോദിക്കുന്ന ചില കാര്യങ്ങളിൽ യേശു മൗനം പാലിക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. ഒരു ദൈവ പൈതലിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും യേശുവിലൂടെ ഈ ലോകത്ത് അവന്റെ 33 തിരുവയസ്സ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ, ഒരു മനുഷ്യനായും പൂർണ്ണ ദൈവമായും അവൻ ജീവിച്ചപ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഏതെല്ലാം പ്രതിസന്ധികളിൽ അവൻ സംസാരിക്കേണ്ടി വന്നു. അവിടെ സംസാരിക്കുകയും സംസാരിക്കാൻ പാടില്ലാത്തടത്ത് അവൻ മൗനമായിരിക്കുകയും ചെയ്തു. സത്യത്തിലേക്ക് നാം വിളിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, ചില കാര്യങ്ങളിൽ നാം മൗനം പാലിക്കേണ്ട സ്ഥലങ്ങളിൽ നാം മൗനം പാലിക്കുന്നെങ്കിൽ നാം യേശുവിന്റെ സത്യത്തിൽ നടക്കുന്നവരാണ്. ചില കാര്യങ്ങൾ മാത്രമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. ചില കാര്യങ്ങൾ അവനോട് ചോദിക്കുമ്പോൾ അവൻ മൗനമായിരുന്നു. ദൈവവചനത്തിൽ പറയുന്നല്ലോ, ഞാൻ മിണ്ടാതിരുന്ന് നിങ്ങൾ ദൈവമെന്നറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് ദൈവം പറയുമ്പോൾ, പലപ്പോഴും നമ്മുടെ മൗനമില്ലാത്ത വാഗ്വാദങ്ങളിൽ നാം സത്യം വിട്ടകലുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ പീലാത്തോസിന്റെ അടുക്കലേക്ക് കൊണ്ടു നിൽക്കുമ്പോൾ, സത്യവാനും നീതിമാനും പാപികളോട് വേർപെട്ടവൻ, പാപമില്ലാത്തവൻ ഇതാ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, പല ചോദ്യങ്ങള് ആ സമൂഹം മുഴുവനും അവന് എതിരായി നിൽക്കുമ്പോഴും ആ കാരണം കർത്താവ് പറയുകയാണ്, ആ പീലാത്തോസിന് ഉത്തരമായി, ഞാൻ യഹൂദനോ, നിന്റെ ജനം മഹാപുരോഹിതന്മാരും നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചതിന് യേശു, ഈ രാജ്യം, എൻ്റെ രാജ്യം ലൗകികമല്ല. ആ യേശുവിൻ്റെ രാജ്യം ലൗകികമല്ല, അത് ദൈവരാജ്യമാണ്. യേശുവിൻ്റെ രാജ്യം കർത്താവ് പറയുന്നുണ്ടോ, എന്റെ രാജ്യം ലൗകികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം അവന്റെ ഭടന്മാർ പോരാടുമായിരുന്നു. ഇപ്പോൾ ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയില് നമ്മൾ പലതും പോരാടുകയാണ്. നമ്മൾ വാക്കുകൊണ്ട് പോരാടി ജയിക്കുവാൻ നോക്കുന്നു. നമ്മൾ പലപ്പോഴും പാടാറുണ്ട്, എന്റെ രാജ്യം ഇവിടെയല്ല, ഞാനൊരു പ്രദേശം അന്വേഷിക്കുന്നു, എനിക്കായി നല്ലൊരു ദേശം ഒരുക്കുന്നു എന്നൊക്കെ നമ്മൾ പാടും. പക്ഷേ പലപ്പോഴും നാം ഒരു ലൗകിക ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ലൗകികന്മാരായി ജീവിക്കുമ്പോൾ യേശു പറയുന്നു, പീലാത്തോസേ, നിനക്കൊരു അധികാരത്തിലാണ് നീ ഇരിക്കുന്നത്. എനിക്കറിയാം നിനക്കൊരു അധികാരം ഈ ലോകം തന്ന ആ പദവി നീ ആയിരിക്കുമ്പോഴും എനിക്ക് നിന്നോട്, പീലാത്തോസേ, ഞാൻ നിന്നോട് പറയുകയാണ്, എന്റെ രാജ്യം ഒരു ലൗകികമായ ഒരു രാജ്യത്തിലല്ല ഞാനായിരിക്കുന്നത്. ആമേൻ. യേശു ലോകത്തിലേക്ക് വന്നത് നമ്മെ പോലെ ഒരു മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്, അവൻ ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരു യേശുവായിട്ടായി ലോകത്ത് വന്നത്. അപ്പോൾ യേശു പറയുകയാണ്, എനിക്ക് ഞാനൊന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ പിതാവിനോടൊന്ന് അപേക്ഷിച്ചാൽ അനേക ഭടന്മാർ വന്ന് നിനക്കെതിരെ പോരാടുമായിരുന്നു. പക്ഷെ ഞാനത് പറയുന്നില്ല. എന്നിൽ എൻ്റെ പിതാവിൻ്റെ ഒരു ഇഷ്ടം നിറവേറുവാനാണ് ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നു എന്ന് യേശുവിന് നല്ല ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഇന്നാളുകളിൽ നാം ചിന്തിക്കേണ്ടത്, പല മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ട നാം ഓരോരുത്തരും ഇന്ന് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്കും ദൈവത്തിന്റെ ഒരു പൈതലുമായി വന്നിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ക്രിസ്തു എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു തന്റെ ഐഹിക ജീവിതത്തിൽ എങ്ങനെ ജീവിച്ചു
ആ ജീവിത ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ രാജ്യം, എൻ്റെ രാജ്യം ലൗകികമല്ല. എൻ്റെ രാജ്യം ലൗകികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാർ കൈവൽപ്പിക്കാതെ വണ്ണം എൻ്റെ ഭടന്മാർ പോരാടും. ആമേൻ. നമ്മുടെ ഇന്ന് ഈ ലൗകികമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മെ പല പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കാറുണ്ട്. പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഞാനും നിങ്ങളും ഒരു ലൗകികനല്ല, ഒരാത്മീകനായിരിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുണ്ട്. ആമേൻ. എന്നാൽ ഈ പോരാട്ടത്തെ ജയിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെയുണ്ട് എന്ന് നാം മറക്കരുത്. ആമേൻ. നാം ആത്മീകത വിട്ട്, സ്വർഗീയത വിട്ട്, ദൈവരാജ്യത്തിന്റെ അനുഭവം വിട്ട് ഈ ലൗകിക രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടി നാം ഓടുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി എന്നിൽ നിങ്ങളിലും വെളിപ്പെടുവാൻ കഴിയില്ല എന്ന് ദൈവവചനത്തിൽ പറയുകയാണ്. കർത്താവ് ലൗകികനായിരുന്നുവെങ്കിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ഇവൻ യഹൂദന്മാരായ രാജാവേ, യഹൂദന്മാർക്ക് വേണ്ടി വന്ന രാജാവേ, ജയ ജയ എന്ന് പാടിയവർ. അവൻ ഇന്ന് അവന്റെ ചുറ്റും നിന്ന് അവശ്രുതി പറയുമ്പോൾ യേശുവിനൊന്നു മാത്രം പറയാറുണ്ട്: പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തൊരു പുത്രനാണ് നമ്മുടെ സത്യവാനായ ദൈവം. നമ്മുടെ നിത്യ ദൈവം ആരാണ്? നമ്മുടെ വഴിയും സത്യവും ജീവനും പറഞ്ഞു തന്നത് ആരാണ്? അവൻ ലൗകികത്തിലല്ല അവൻ ജീവിച്ചത്, ഒരു ആത്മീക മനുഷ്യനായിട്ടാണ് യേശുവിത പീലാത്തോസിന്റെ അടുക്കൽ നിൽക്കുന്നത്. യേശുവിന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളുടെ നടുവിലും അവനൊരു ദൈവ പൂർണ്ണ മനുഷ്യനായിട്ട് തന്നെ അവിടേക്ക് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ അതിന്റെ 37-ാം വാക്യത്തിൽ പീലാത്തോസ് അവനോട് എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് ചോദിച്ചതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. ആമേൻ. നാം രാജാവാണ്. ആണോ ദൈവമക്കളെ? നാം രാജാവാണോ? നാം ദൈവത്തിൽ നിങ്ങളോ? ഒന്ന് പത്രോസ് നമ്മൾ വായിക്കുന്ന എന്താ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനം, വിശുദ്ധ ജനമായിട്ട് നാം വിളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ലൗകികതകളെ നാം വിടണം. ആമേൻ. ദൈവവചനം ശക്തമായി നമ്മോട് പറയുന്നത് ലൗകികന്മാരായിട്ട് ദൈവത്തെ നമുക്ക് സേവിപ്പാൻ കഴിയില്ല. കഴിഞ്ഞ നാളുകൾ നാം ചിന്തിച്ചല്ലോ, മാമോനെയും ദൈവത്തെയും നമുക്ക് ഒരുമിച്ച് സേവിപ്പാൻ കഴിയില്ല. അപ്പോൾ അവിടെ പറയുകയാണ് പീലാത്തോസേ അവനോട് നീ രാജാവ് തന്നെയല്ലോ എന്ന് ചോദിച്ചതിന് നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവാകുന്നു. ആമേൻ. ആമേൻ രാജകീയ പുരോഹിത വർഗമാകുന്ന ഈ പദവിയിലാകുന്നു എന്നുള്ളത് പലപ്പോഴും ഞാനും നിങ്ങളും മറന്നു പോകുകയാണ് ദൈവമക്കളെ. നമ്മുടെ പദവി എന്താണ്? കൊലോസ്യർ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, ഈ ദുഷ്ടലോകത്ത് നമ്മെ വിടിവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഇരുത്തുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രം. നമ്മെ എവിടെയാണ്? ഈ ദുഷ്ടലോകത്തിൽ, ഈ ഭൗതികമായ ലോകത്തിൽ നിന്ന് നമ്മെ എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എടുക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവമക്കളെ, നമ്മുടെ ദൈവം തന്നിരിക്കുന്ന പദവി എന്താണ്? ദൈവം നമ്മെ ഇരുട്ടിന്റെ അധീനത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിന്റെ ആ കടം കറയിൽ നിന്ന് എന്നെ വിടുവിച്ച് ഇരുട്ടിന്റെ അന്ധകാര പിശാച് പാപത്തെ മരണത്തിലേക്ക്, മരണമെന്ന ഭയത്തിലേക്ക് എന്നെ തള്ളിക്കളയുവാൻ നോക്കിയ
ആ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് ഇന്ന് സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്നെ ഇരുത്തുകയും ചെയ്തിരിക്കുക. പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവി എന്താണ്? പദവി എന്താണ്? രാജപുരോഹിത വർഗം മാത്രമാണോ? സ്വർഗത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ എവിടെയായിരിക്കുന്നത്? നമ്മെ ദുഷ്ടലോകത്ത് നമ്മെ വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഇരുത്തുകയും ചെയ്ത ദൈവം. ആമേൻ. പലപ്പോഴും ദൈവമക്കൾ ഈ പദവിയെ മറന്നാ ജീവിക്കുന്നേ. എന്ന് പറഞ്ഞാല് നമ്മുടെ അപ്പന് ഒത്തിരി കാശും പണവും ഉണ്ടെങ്കിലും മക്കൾ എപ്പോഴും യാചിക്കുന്നവരായി മാറുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ വചനത്തിന്റെ മർമ്മങ്ങളിലേക്ക് നാം മടങ്ങി വരണം. ദുഷ്ടലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ലോകത്തിൽ നമ്മെ വേർപിടിവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മെ ഇരുത്തുകയും ചെയ്ത ദൈവത്തിന് നാം സ്തോത്രം ചെയ്യുന്നവരായി മാറണം. ഞാൻ ഇരിക്കുന്നത് എവിടെയാണ്? ഇപ്പം എവിടെയാണ്? പറഞ്ഞാട്ടെ, നമ്മൾ എവിടെയാ ഇരിക്കുന്നത്? ഇവിടെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്നെ ഇരുത്തി. പറഞ്ഞേ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്നെ ഇരുത്തുകയും ചെയ്ത ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഇതാ ദൈവമക്കളുടെ സന്തോഷം. പിശാചേ, നീ എന്നെ നോക്കുമ്പോ നീ മനസ്സിലാക്കിക്കോ, ഞാൻ ഇരിക്കുന്ന പദവി എവിടെയാണെന്ന് നിനക്കറിയാമോ? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് എല്ലാം ദൈവമക്കളെ, എല്ലാവരും ഒരു ശൈശവ അനുഭവത്തിലേക്കാണെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. പലതിനും പലരെ ആശ്രയിക്കുകയാണ്. പ്രവാചകന്മാരെയും പാസ്റ്റർമാരെയും അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാണ്. നിങ്ങൾ അവരെ അടുക്കലല്ല പോകേണ്ടത്. എന്നെ വിളിച്ചത് ആര്? എന്നെ വിളിച്ച ഒരു ദൈവം ആര്? അവൻ എന്നെ വിളിച്ച മാത്രമല്ല, എന്നെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് എന്നെ ഇരുത്തിയിരിക്കുകയാണ്. ആമേൻ. ഈ വചനം നിങ്ങൾ അടിവരയിട്ട് ചിന്തിക്കണം. കർത്താവേ, ഞാൻ ഇന്ന് ഇരിക്കുന്നത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ്. അതുകൊണ്ടാണ് പീലാത്തോസ് പറഞ്ഞത്, എന്റെ രാജ്യം ലൗകികമല്ല, എന്റെ രാജ്യം അത് സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്ന അനുഭവമാണ് യേശുവിന്റെ ജീവിതമായും നമ്മൾ മാറേണ്ടത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മുടെ ഇരുത്തിയിരിക്കുന്നത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. പുത്രന്റെ രാജ്യം എവിടെയാണ്? സ്വർഗരാജ്യത്തിൽ നമ്മെ ഇരുത്തുകയും ചെയ്ത ദൈവം. ആമേൻ. അവന് നാം സ്തോത്രം ചെയ്യുന്നവരായി തീരണമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്ന് നമ്മോട് പറയുകയാണ്. നമുക്ക് യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിലെ അതിന്റെ 37-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നല്ലോ, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. ആമേൻ. ആമേൻ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുവരുന്നു. ആമേൻ. അടുത്തോടെ ഒരു വാക്യം. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു ഒരു പൂർണ്ണ മനുഷ്യനായി, പൂർണ്ണ ദൈവപുത്രനായി നിന്നുകൊണ്ട് അവരോട് പറയുകയാണ്, ഞാൻ രാജാവ് തന്നെ. ആമേൻ. ദൈവമക്കളെ, നമ്മുടെ പദവി പലപ്പോഴും, നമ്മുടെ പൊസിഷൻ പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല. നമ്മൾ പലപ്പോഴും ഭയപ്പെട്ട് പിശാച് നോക്കുമ്പോൾ മനസ്സിലാക്കും, യോബിനെ കുറിച്ച് എന്താ പറഞ്ഞത്? നീ അവന്റെ വീട്ടിന് ചുറ്റും വേലി കെട്ടിയിരിക്കുക. പിശാച് അവനെ കുറിച്ച് സാക്ഷ്യം പറയുന്നേ. എന്നാൽ പിശാച് നമ്മളെ നോക്കി പറയണം, പിന്നെ ദൈവ വൈതലിനടുത്ത് മകളെ കണ്ട് പിശാച് പറയണം, ഈ മകൻ, ഈ മകള് ഇതാ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്, എനിക്ക് അവളെ തൊടുവാൻ കഴിയത്തില്ല. പിശാച് നോക്കിയിട്ട് പറയും, അവൻ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ് അവൻ ഇരിക്കുന്നത്, അവനെ തൊടുവാൻ അവൻ അനുവദിക്കത്തില്ല. അങ്ങനെ ഒരു പദവി ദൈവമക്കളെ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ, ഈ പൊസിഷനിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ
കർത്താവ് പറഞ്ഞത്, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു. ഇതാ ദൈവത്തോട് നമുക്ക് പറയാമോ, എൻ്റെ ജനനം, എൻ്റെ മാതാപിതാക്കളിലൂടെ ഞാൻ ജനിച്ചത് സത്യത്തിന് സാക്ഷി നിൽക്കുവാനായിട്ടാണ് ഞാൻ ജനിച്ചത്. ആമേൻ. അസത്യം കാണുമ്പോൾ, പാപം കാണുമ്പോൾ നാം ദൈവത്തിന് മുമ്പാകെ ഈ ലോകത്തോട് പറയണം, ഞാൻ സത്യത്തിന് വേണ്ടി സാക്ഷ്യം നിൽക്കുവാനായിട്ടാണ് ഈ ലോകത്തിൽ ഞാൻ ജനിച്ചത്. ആമേൻ. നമുക്ക് തീരുമാനിക്കാൻ ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ സത്യത്തിന് സാക്ഷിയായി നിൽക്കാനാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് യേശു പറഞ്ഞു, സത്യ തൽപരരായവർ എന്റെ വാക്ക് കേൾക്കും. ആമേൻ. സത്യ തൽപരർ എന്ന് പറയുമ്പോൾ സത്യ അന്വേഷികൾ, സത്യത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എന്റെ വാക്ക് കേൾക്കും. യേശുവിന്റെ കൂടെ സത്യത്തിന് വേണ്ടി നടന്നവരല്ല എല്ലാവരും. ചിലർക്ക് ലോകസൗഖ്യം മതിയായിരുന്നു, ചിലർക്ക് അവരുടെ പ്രതിസന്ധികളിൽ ഒരു മാറ്റം മാത്രം മതിയായിരുന്നു, ചിലർക്ക് അപ്പം കണ്ട് തിന്നത് കൊണ്ട് അവനെ അനുഗമിച്ചു എന്ന് നാം സുവിശേഷ ഭാഗങ്ങളിൽ വായിക്കുന്നു. എന്നാൽ ആ നിത്യജീവനെ കിട്ടിയവർ, സ്വർഗീയ പദവിയിലെത്തിയവർ, യേശുവിനെ ഒട്ടും വിരിഞ്ഞു പോകുവാൻ അവർക്കൊരിക്കലും മതിയായില്ല എന്ന് നാം വചനത്തിലൂടെ വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, അവിടെ നമ്മൾ വായിക്കുന്നല്ലോ, എല്ലാവരും യേശുവിൽ നിന്ന് പിൻവാങ്ങി പുറകോട്ട് പോകുമ്പോൾ അവിടെ ഒരു ദൈവഭക്തനായ പത്രോസ് മാത്രം പറഞ്ഞു, എല്ലാവരും നിന്നിൽ നിന്ന് പിന്മാറിയാലും ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പോകത്തില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ പൊയ്ക്കോ. അവിടെ പത്രോസ് പറയുന്ന ഒരു വാക്യം, ഒരു മറുപടി, നിത്യജീവന്റെ മൊഴി നിന്നിലുണ്ടല്ലോ നാഥ, നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകും? നമുക്ക് ഈ ലോകത്ത് എന്ത് തന്നെ നേടിയാലും നിത്യജീവന്റെ സന്തോഷം നമുക്കില്ല എങ്കിൽ നാം പലതിന്റെയും പുറകെ നമ്മൾ പോകുവാനിടയായി തീരും. യേശുവിനെ അനുഗമിച്ച് യേശുവിന്റെ സത്യതൽപരരായി നടക്കുന്ന ദൈവമക്കളെ, ഞാനിന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, നാം സത്യമാകുന്നു നാം അന്വേഷിക്കുന്നുവെങ്കിൽ ഈ സത്യമാകുന്ന യേശുവിന്റെ ആ വാക്ക് ഞാനും നിങ്ങളും കേൾക്കും. ഒരു ദൈവസഭയിലെ പാസ്റ്റർ പറഞ്ഞത് കൊണ്ടല്ല നിങ്ങൾ അനുസരിക്കുന്നത്. എന്റെ യേശു സത്യവാനാണ്, അവൻ കള്ളം പറയുവാൻ അവൻ മനുഷ്യനല്ല. നമ്മുടെ ദൈവം ആരാണ്? അവൻ സത്യവാനായ ദൈവമാണ്. ആ സത്യതൽപരായവർ അവന്റെ വാക്ക് കേൾക്കും. ഹല്ലേലൂയ. നമുക്ക് സത്യാന്വേഷികളായി നമ്മൾ മാറുന്നുവെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മളൊരു സത്യത്തിന് വേണ്ടി ജീവിക്കുന്നവരായി മാറണം. സദൃശ്യവാക്യങ്ങൾ 23:23 ഒന്ന് വായിക്കാമോ? സദൃശ്യവാക്യങ്ങൾ 23:23. നീ സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. അവിടെ ഈ മനസ്സിൽ കുറിച്ചിടേണ്ട വാക്യമാണ്, ഇന്ന് സത്യത്തെ വിറ്റുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിന് വില കൊടുത്ത് സത്യത്തെ, ഇന്ന് സത്യം എവിടെയെങ്കിലും ഉണ്ടോ? എവിടെ പോയാലും സത്യമില്ലാത്ത അനീതിയുള്ള ഒരു മാമോൻ ഈ ലോകത്ത് വാണുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നാം സത്യം എന്ത് ചെയ്യണം? വിൽക്കുകയല്ല, വാങ്ങുകയത്രേ വേണ്ടത്. സത്യമെന്ന യേശുവിനെ വിൽപ്പന ചരക്കായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഇന്ന് യേശുവിന് വേണ്ട, യേശു തരുന്ന അനുഗ്രഹങ്ങളും നന്മകളും മാത്രം മതി എന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു കൂട്ടത്തെ പോലെ നാം ആവരുത്. യേശു നമ്മെ അനുഗ്രഹിക്കും. യേശു നമുക്കുള്ളതൊക്കെ ദൈവം നമുക്ക് നൽകും. അവൻ സമൃദ്ധിയായി നമ്മെ അനുഗ്രഹിക്കും, ശരിയാ. പക്ഷേ ആ സത്യത്തിൽ നാം ജീവിക്കുന്നെങ്കിൽ മാത്രമേ ആ യേശുവിനോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സത്യം വിൽക്കുകയല്ല, സത്യം വാങ്ങുകയത്രേ നിങ്ങൾ വേണം. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം ഒരു സഭയോട് പറയുകയാണ്, നിനക്ക് കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടതിന് ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ആലോചന പറയുന്നു. നമ്മൾ വായിക്കുന്നു. സത്യം പലരിടത്തുമില്ല, ജീവനില്ല. ദൈവത്തിന്റെ സത്യത്തെ അന്വേഷിക്കുന്നവരില്ലാതിരിക്കുമ്പോൾ 14-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു,
അവിടെ നമ്മൾ കാണുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ എണ്ണം, സത്യത്തെ പിന്തുടരുന്നവർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയ ദൈവമൈതലേ, ഇന്നിതാ പീലാത്തോസിന്റെ ആ ന്യായാധിപത സംഘത്തിൽ യേശു നിൽക്കുമ്പോൾ, യേശുവിന് ഏതെങ്കിലും കള്ളം പറഞ്ഞ് ഞാൻ യഹൂദന്റെ രാജാവായി ഇരുന്നു കൊള്ളാം, ഈ യഹൂദ മതത്തിന് വേണ്ടി നിന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി അവിടുന്ന് പോയി സന്തോഷത്തോടുകൂടെ ആ ജനം മുഴുവനും തോളിലെടുത്ത് യേശുവിനെ കൊണ്ട് അവിടെ ഒരു നല്ലൊരു സെലിബ്രേഷൻ, ആഘോഷം അവിടെ നടക്കാമായിരുന്നു. എന്നാൽ ആ യേശുവിനൊരു ഉറപ്പുണ്ട്, ഞാൻ ലൗകികനല്ല. പ്രിയ ദൈവമക്കളെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു ലൗകിക മനുഷ്യനല്ല, ഞാനൊരു ആത്മീക മനുഷ്യനാണെന്നുള്ള ആ ഉറപ്പിലാണ് നാം ജീവിക്കേണ്ടത്. നമ്മെ ഒരു മേഖലകളിലും നാം കോംപ്രമൈസ് ചെയ്തുവാൻ, സത്യത്തെ വിട്ടുകളയുവാൻ, നാം അറിഞ്ഞിരിക്കുന്ന യേശുവിനെ വിട്ടുകളയുവാൻ നാം ഒരിക്കലും നാം അനുവദിക്കരുത്. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുകയാണ്. ആ യേശുവിനെ, സത്യത്തെ അവൻ കുറിച്ച് തള്ളി പറയുമ്പോൾ ഞാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവന്റെ ജീവിതത്തിനുള്ളിൽ ഒരു റിപ്പന്റൻസ് ഉണ്ടായി, ഒരു മനസ്സാന്തരം ഉണ്ടായി. അയ്യോ യേശുവേ, ഈ സത്യത്തെയാണല്ലോ എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിയത്തില്ല, ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന് അവൻ വിളിച്ചു പറഞ്ഞെങ്കിൽ അവൻ മടങ്ങി വരുവാനിടയായി തീർന്നു. കാരണം അവനെ നോക്കിയാൽ പത്രോസിന് അവന്റെ പ്രതിസന്ധികളാണ്. ജനം മുഴുവനും, അല്ലെങ്കിൽ അവിടുത്തെ ന്യായാധിപതി സംഘങ്ങളും, എല്ലാ സേവകന്മാരും അവനെ വളഞ്ഞു വന്ന് ചോദിക്കുമ്പോൾ ഒരു മാനുഷികമായി അവൻ പറഞ്ഞു പോകും. എന്നാൽ യേശുവിന്റെ മുമ്പാകെ ആ പത്രോസ് തന്റെ നെഞ്ചത്ത് ആ മാറത്തടിച്ചുകൊണ്ടവൻ നിലവിളിക്കുക, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എന്റെ സത്യത്തെ തള്ളിപ്പറഞ്ഞു, ആ നിത്യജീവനെ ഞാൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പിന്നത്തേതിൽ അവൻ അനുദപിക്കുന്നതായി കാണുവാനിടയായി തീർന്നു. ഈ 19-ാം വാക്യത്തില്, 19-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 10ഉം 11ഉം ഒന്ന് വായിക്കാമോ? യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ആ വചനം വളരെ നമ്മുടെ പ്രതിസന്ധികളുടെ നടുവില്, ചിലയിടത്ത് നമുക്ക് ന്യായം കിട്ടാതെ പോകുമ്പോൾ, നമുക്ക് ഫലം ന്യായമായി വിധിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് ഇവിടെ ഇതാ പീലാത്തോസിന്റെ അടുക്കൽ യേശു നിൽക്കുമ്പോൾ യേശു പറയുകയാണ്, പീലാത്തോസ്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? നിന്നെ ക്രൂശിക്കുവാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയക്കുവാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയില്ല എങ്കിൽ എന്റെ മേൽ ഒരു അധികാരവും നിനക്കുണ്ടായിരിക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, മേലിൽ നിന്നൊരു അധികാരം, മേലിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ സ്വർഗീയ പിതാവ് അനുവദിക്കാതെ ഈ ലോകത്തിന്റെ ഏത് ന്യായാധിപത സംഘത്തിലും നമ്മെ കൊണ്ടു നിർത്തിയാലും ഈ അധികാരം കിട്ടാത്തിടത്തോളം ഒരൊന്നും ചെയ്യുവാൻ കഴിയില്ല. മനസ്സിലാവുന്നോ ഈ വചനം? ഈ അധികാരം എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലേക്ക് ഞാൻ വന്നതുകൊണ്ട് എനിക്ക് മേലിൽ നിന്നൊരു അധികാരം എന്റെ കൂടെയുണ്ട്. എനിക്ക് നിന്റെ അധികാരം, നീ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന, നിനക്ക് എന്നെ ശിക്ഷിപ്പാനും നിനക്കെന്നെ വിട്ടയക്കുവാനും നിനക്ക് അധികാരമുണ്ട്. പക്ഷേ എനിക്ക് മേലിൽ നിന്നൊരു അധികാരം എന്റെ മേലുണ്ട്. ആമേൻ. ഈ അധികാരത്തെ ആർക്കും അത് മാറ്റുവാൻ കഴിയത്തില്ല. അത് സ്വർഗീയ പിതാവ് ആ പുത്രന് മേൽ കൊടുത്ത അധികാരമാണ്. ഇതുപോലെ തന്നെ ദൈവമക്കളെ, നമുക്കും മേലിൽ നിന്ന് അധികാരമുണ്ട്. മേലിൽ നിന്നൊരു അധികാരം, ഒരു അതോറിറ്റി നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് ഒരു പ്രതിസന്ധികൾക്കും ഒരു പോരാട്ടത്തിനും സത്യത്തിൽ ജീവിക്കുന്ന ഒരു പൈതലിന്
വിട്ടുകൊടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നാം സത്യം വിൽക്കുകയല്ല, വാങ്ങിയത്ര ചെയ്യുന്നുവെങ്കിൽ ആമേൻ നമുക്ക് മേലിൽ നിന്നുള്ള ഒരു ആമേൻ അധികാരം നമുക്കുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മേലിൽ നിന്നുള്ള അധികാരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വിശുദ്ധ കരങ്ങളെ ഉയർത്തി ആമേൻ. ഈ കരത്തിന്റെ ശക്തി, ഹല്ലേലൂയ. മേലിൽ നിന്ന് ഞാനൊരു ആമേൻ അധികാരത്തെ ഞാൻ അനുഭവിക്കുകയാണ്, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ ആ വായിച്ച കുറിവാക്യം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യത്തിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല എന്ന് തിരുവായി മൊഴിഞ്ഞ ദൈവം അതാ കാൽവരി ക്രൂശിന്റെ അനുഭവത്തിലേക്ക് പീലാത്തോസിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആമേൻ സകലത്തിന്റെയും അധികാരമുള്ളവൻ, സകലത്തിന്റെയും വാഴുന്ന ഒരു ദൈവപുത്രൻ ഇതാ ആ അധികാരികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ യേശുവിന്റെ മനോഭാവം നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. യേശു പറഞ്ഞു, എന്റെ രാജ്യം ലൗകികമല്ല. ലൗകികമായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചാൽ അനേക ഭടന്മാർ എനിക്ക് വന്ന് പോരാടുമായിരുന്നു. എന്നാൽ എന്റെ പിതാവിന്റെ ഒരു ഇഷ്ടം എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാ പീലാത്തോസേ, ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ, ചില ന്യായാധിപന്മാരുടെ മുമ്പിൽ നിങ്ങളെ ഏൽപ്പിക്കപ്പെടുമ്പോൾ ആമേൻ നിങ്ങൾ മനസ്സിലാക്കണം, പ്രിയ ദൈവമൈതലേ, ഞാൻ നീ നിൽക്കുന്നത് ഈ ലൗകികനായിട്ടല്ല, ലൗകിക രാജ്യമല്ല നീ നിൽക്കുന്നത്, നീ ദൈവരാജ്യത്തിൽ നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മെ പ്രതിസന്ധികളുടെ നടുവിൽ ആമേൻ അകത്ത് ചെന്ന് ദൈവം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാകുന്നുവെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ ആമേൻ കർത്താവ് വേണ്ടാതെ പറഞ്ഞു, ഞാൻ രാജാവ് തന്നെ. നമ്മൾ പറയണം, ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്, നിന്റെ മകനാണ്, നിന്റെ മകളാണ്, നിന്റെ രക്തത്തിന്റെ വിലയാണ്. ഇതായിരിക്കണം നമ്മുടെ വാക്കല്. ആമേൻ. പലപ്പോഴും ഭയപ്പെട്ടുകൊണ്ട് പിശാചെന്നെ എന്ത് ചെയ്യും, പിശാചെന്നെ ഓടിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആമേൻ അവന്റെ മുമ്പാകെ നിന്ന് പറയണം, കർത്താവേ, ഞാൻ നിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, നിന്റെ രക്തമാണ് എന്റെ ശിരയിൽ ഓടുന്നത്, നിന്റെ രക്തം കൊണ്ട് എന്റെ പാവങ്ങളെ കഴുകിയവൻ, എന്റെ ശാപങ്ങളെ നീക്കിയവൻ, ഈ രക്തം എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ശത്രുവേ നിനക്കെന്റെ ശരീരത്തിലോ അവൻ ഒന്നിനും നിനക്കെന്നെ ദോഷം ഭവിക്കുവാൻ അനുവദിക്കത്തില്ല. നാം രാജകീയ പുരോഹിത വർഗമാണ്. പിന്നെ മൂന്നാമതായി നമ്മൾ കേട്ടത്, സത്യത്തിന് സാക്ഷി നിൽക്കുന്നവരായി മാറണം. സത്യം ചെയ്താലും ആമേൻ ആമേൻ ഹല്ലേലൂയ പ്രതിസന്ധികൾ വരുമ്പോഴും സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരായി നമ്മൾ മാറണം. ഹല്ലേലൂയ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു. പറയണ കർത്താവേ, എന്റെ ജനനം സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനാ എന്റെ ജനനം. ആമേൻ. എന്റെ വയസ്സ് എനിക്കറിയത്തില്ല, നിങ്ങളുടെ വയസ്സ്. ഇന്ന് എന്റെ വയസ്സ് ഇത്രയാകുമ്പോൾ ഞാൻ പറയാ, കർത്താവേ, ഞാൻ സത്യത്തിന് വേണ്ടിയാണ് നീ എന്നെ ജനിപ്പിച്ചത്, സത്യത്തിന് വേണ്ടിയാണ് ഞാൻ എന്നെ ഭൂമിയിലാക്കിയത്. സത്യത്തിന് സാക്ഷി നിൽക്കുവാനായിട്ടാണ് യേശു നമ്മെ വിളിച്ചത്. പിന്നെ യേശു പറഞ്ഞതാണ്, സത്യതൽപരരായവരെല്ലാം എന്റെ വാക്ക് കേൾക്കും, ഞാൻ സത്യം തന്നെ. ആമേൻ. സത്യതൽപരരായിട്ട് അവന്റെ വാക്ക് കേട്ട് അവനെ അനുഗമിക്കുവാൻ ഇന്ന് രാത്രിയില് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ പ്രിയ ദൈവമക്കളെ, ആ സത്യത്തിന് സാക്ഷിയായി നിൽക്കുവാൻ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കാമോ? ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കും. എനിക്ക് ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നാലും ഛേദങ്ങൾ വന്നാലും ഞാൻ എൻ്റെ യേശുവിൻ്റെ സത്യത്തിന് ഞാൻ നിൽക്കും. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും എന്നുള്ള ഹൃദയത്തോട് ദൈവത്തോട് ചേർത്ത് പറയാമോ? കർത്താവേ, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനാ ഞാൻ ജനിച്ചത്. യേശുവിന് മാതൃക കാണിച്ചു. ഈ ലോകത്തിലൊരു മനുഷ്യനായി വന്നു, സത്യത്തിന് വേണ്ടി ജീവിച്ചു. അവൻ ക്രൂശിക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു.
നാം ഇന്നും പിതാവിന്റെ വലതുഭാഗത്തിനും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു ഇനി പാപം കൂടാതെ അവൻ രണ്ടാമതും പ്രത്യക്ഷനാകുമ്പോൾ സത്യതൽപരായവരെ ചേർക്കുവാനാണ് യേശു വരുന്നത്. വിശ്വാസികളെ ചേർക്കുവാനല്ല യേശു വരുന്നത്, വിശ്വസ്തന്മാരെ ചേർക്കാനാണ് യേശു വരുന്നത്. വിശ്വാസികൾ ഒത്തിരി പേരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്, ആരാധിക്കാത്തവരുണ്ട്. അവരെ ചേർക്കുവാനല്ല യേശു വരുന്നത്, വിശ്വസ്തന്മാരെ. അതുകൊണ്ടാണ് ഭൂമിയിൽ വിശ്വസ്തന്മാർ കുറഞ്ഞു പോയിരിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവർ ഇല്ലാതെയാകുന്നു. സങ്കീർത്തനം 14 ആ സങ്കീർത്തനക്കാരൻ കരയുകയാണ്, ദൈവമേ നിന്നെ അന്വേഷിക്കുന്നവർ കുറഞ്ഞു പോവുകയാണ്, സത്യത്തിൽ നിൽക്കുന്നവർ ഇല്ലാതെയാകുന്നു. ഈ അവസ്ഥയുടെ നടുവിലും കർത്താവെ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ എന്നെ ദൈവം സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.